നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചിലയിടങ്ങളിൽ നിന്ന് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശനെതിരെയായിരുന്നു എറണാകുളം DCCക്ക് മുമ്പിൽ നിന്നൊക്കെ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. ഇതോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞുകൊണ്ട് ചില ക്ഷേത്രങ്ങളിൽ കോൺഗ്രസ് അനുഭാവികൾ തുലാഭാരവും കളഭച്ചാർത്തൊക്കെ വഴിപാടായിട്ട് നടത്തുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം വലിയ പോരിലാണ് കോൺഗ്രസ് നിലവിലുള്ളത്. 4-ാം തീയതിക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മുഖ്യമന്ത്രിയാകാൻ ആരാണ് യോഗ്യൻ? മത്സരിച്ചിരിക്കുന്ന പല MLA-മാരും കെ.സി. വേണുഗോപാലിന്റെ നോമിനിയാണ് എന്നുള്ളത് വി.ഡി. സതീശന് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ? ഗൗതം, ഇത് കുറച്ചുകൂടി നമ്മൾ ഒന്ന് പിന്നോട്ടേക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് UDF ഭരിക്കുമ്പോൾ 10 വർഷക്കാലമാണ് UDFന് അഥവാ കോൺഗ്രസ് മുതിർന്ന കക്ഷിയായി രൂപീകരിച്ച UDFന് പുറത്തുനിൽക്കേണ്ടി വന്നത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ 10 വർഷക്കാലം, അതായത് 2 ടേമായിട്ട് നാട് ഭരിച്ചു. 10 വർഷക്കാലം പുറത്തു നിൽക്കേണ്ട അവസ്ഥയാണ് UDFനുണ്ടായത്. ഇനി ഈ ഒരു വട്ടം കൂടി, അത് 2026 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് UDFന് അധികാരം കിട്ടാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമായിരിക്കും, തകർച്ചയിലേക്ക് പോകും. UDF എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടാകില്ല. UDFിലെ പ്രധാന ഘടകകക്ഷി, പ്രബല ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് തീർച്ചയായും അവർക്കും ഇനി അധികാരമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് മറ്റ് പ്രബലമായ കക്ഷി എന്ന രീതിയിൽ LDFിലേക്ക് പോകും. UDF സംവിധാനം കേരളത്തിൽ തകരും. കോൺഗ്രസിലെ നേതാക്കന്മാർ മറ്റ് പാർട്ടിയിലേക്ക് പോകേണ്ടതായി വരും. അങ്ങനെ പറ്റാത്തവര് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തേണ്ടതായി വരും. കോൺഗ്രസ് തകരും. ഈ ഒരു സംഭവം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഒത്തൊരുമയോടുകൂടി കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു ടീം വർക്ക് തന്നെ UDFിൽ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വി.ഡി. സതീശൻ മുന്നിൽ നിന്ന് തന്നെ നയിച്ചിട്ടുണ്ട്. അതായത് പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശൻ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരു തെരഞ്ഞെടുപ്പിലും ഒഴികെ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വി.ഡി. സതീശന്റെ ഒരു വർക്ക് തന്നെയായിട്ട് വേണം കാണാൻ. പിണറായി വിരുദ്ധ വികാരം നിലനിന്നതിന്റെ പേരിലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഈ കുറി തെരഞ്ഞെടുപ്പിലും ജയിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. അപ്പൊ അതല്ല, പിണറായി വിജയന്റെ അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരം നിലവിലുണ്ടാകാം, ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ടാകാം. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു പാർട്ടിക്ക്, എതിർ പാർട്ടിക്ക് ജയിച്ചു കയറി വരാനുള്ള സാഹചര്യം പൂർണ്ണമായിട്ടും വഴിയൊരുമോ എന്നുള്ളത് ചോദിച്ചാൽ അത് മണ്ടത്തരം തന്നെയാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തെരഞ്ഞെടുപ്പ്, അത് 2026 തെരഞ്ഞെടുപ്പിന് മുമ്പായിക്കൊണ്ട് തന്നെ AICCയുടെ വക്താവ്, ഹൈക്കമാൻഡിന്റെ ഭാഗമായ കെ.സി. വേണുഗോപാൽ ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഗൗതം അത് ഓർക്കുന്നുണ്ടാവും. അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ UDFന് ഭരണം പിടിക്കാൻ, അധികാരം കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളുകൾ ഭരണസാരഥ്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇതാണ് വേണുഗോപാൽ പറഞ്ഞത്. അപ്പൊ ഇത് പറയുമ്പോൾ വ്യക്തമായ ഒരു അന്നേ സൂചന നൽകിയിട്ടുണ്ട്. വേണുഗോപാലിന്റെ ഉള്ളിൽ കൃത്യമായ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതായത് മത്സരിക്കാത്ത ആരെങ്കിലും ഭരണസാരഥ്യത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ, മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമെന്ന് പറഞ്ഞ വേണുഗോപാൽ വഴി ആരെങ്കിലും വരാമെന്നുള്ള താല്പര്യം കൊണ്ടായിരിക്കില്ലല്ലോ വേണുഗോപാൽ അത് പറഞ്ഞത്. ഇവിടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കും വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലിനൊക്കെ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ട്. പക്ഷെ ഇത്രയും കാലം മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ പിണറായി സർക്കാരിനെ അതികഠിനമായ രീതിയിൽ പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ട് അവരുടെ പല വിഷയങ്ങളെയും മുമ്പോട്ട് കൊണ്ടുവരിക എന്ന നിലയിൽ വി.ഡി. സതീശൻ വിജയിച്ചിട്ടുണ്ട്. അതിന്റെ കാരണത്താലാണ് ഉപതെരഞ്ഞെടുപ്പുകളിലടക്കം അദ്ദേഹം നയിച്ചതാണ് അതൊക്കെ വലിയ വിജയങ്ങൾ നേടാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കാണ് ഇവിടെ സീനിയോറിറ്റി? കഴിഞ്ഞ ദിവസമൊക്കെ ഈ എറണാകുളത്ത് DCCന് മുമ്പാകെ വന്ന ഫ്ലെക്സിൽ പറഞ്ഞത് PR വർക്കിലൂടെ മാത്രം ഉയർന്നു വന്ന ഒരു നേതാവാണ് വി.ഡി. സതീശൻ. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഫാൻ ബേസ് ഒന്നുമില്ല. ആ ഫാൻ ബേസ് രൂപപ്പെടുത്തിയത് ഈ PR വർക്കിലൂടെയാണ്. അതിലും സ്വീകാര്യത അടിത്തട്ടിൽ ജനങ്ങൾക്ക് രമേശ് ചെന്നിത്തലയോടുണ്ട്, കെ.സി. വേണുഗോപാലിനോടുണ്ട് എന്നുള്ളതാണ്. സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇവര് തന്നെയാണ് വി.ഡി. സതീശനെക്കാട്ടിലും കേമന്മാര്. അപ്പം തീർച്ചയായിട്ടും വി.ഡി. ഒരു ആഭ്യന്തര മന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം തന്നെ
മാറി നിൽക്കേണ്ടതല്ലേ? മുഖ്യമന്ത്രി സ്ഥാനം ഈ രണ്ട് നേതാക്കളിൽ ആരെങ്കിലും ഏറ്റെടുക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ഒരു പക്ഷമായിട്ടുള്ള കോൺഗ്രസ് അനുഭാവികൾ ചോദിക്കുന്നത്. ആ ഒരു ചോദ്യത്തിന് തീർച്ചയായിട്ടും ലോജിക് ഉണ്ട്. കാരണം സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ, പാരമ്പര്യത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും തന്നെയാണ് മുൻപന്തിയിൽ. VD സതീശന് വേണമെങ്കിൽ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രിയായിട്ട് നിൽക്കാം എന്നുള്ളൊരു സംഗതിയുണ്ട്. അത് ശരിക്കും ശരി തന്നെയല്ലേ? അല്ല, ഇതിപ്പോ PR വർക്കിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ വിവരങ്ങളൊക്കെ എങ്ങനെ പുറത്തു വന്നത്? VD സതീശൻ PR വഴിയാണ് നേതാവായതെന്ന് പറയുമ്പോൾ ഇത്തരം ഇപ്പൊ ഗൗതം പറഞ്ഞ വിവരങ്ങളൊക്കെ ആരാണ് പറഞ്ഞത്? രമേശ് ചെന്നിത്തല പറഞ്ഞതല്ല, KC വേണുഗോപാൽ പറഞ്ഞതല്ല, പിന്നെ ആർക്ക് വേണ്ടി ആരാണ് പറഞ്ഞത്? കോൺഗ്രസ് അനുഭാവികൾ പറഞ്ഞതാണ്. ഈ കോൺഗ്രസ് അനുഭാവികൾ എന്ന രീതിയിൽ തന്നെയാണ് PR വർക്കും നടക്കുന്നത്. VD സതീശനെതിരെ ഫ്ലക്സ് വെച്ചതെല്ലാം അത് മാറ്റിവെക്കാം. VD സതീശൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് 2026 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ 100 സീറ്റ് നേടി ഭരണത്തിൽ വരും എന്നാണ് VD സതീശൻ പറഞ്ഞത്. അധികാരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അതിന്റെ പരാജയം ഞാൻ ഏറ്റെടുക്കും, രാഷ്ട്രീയ വനവാസത്തിന് ഞാൻ പോകും എന്ന് പറഞ്ഞു. ഈ സീനിയർ നേതാക്കളൊക്കെ, അതായത് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പരാജയമായിരിക്കും എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായോ? അപ്പൊ വിജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന സ്ഥാനമാനങ്ങൾ വേണമെന്ന് അവര് പറഞ്ഞിട്ടില്ല. പക്ഷെ അവര് പറഞ്ഞ, അല്ലെങ്കിൽ അവരെ പൊക്കിപ്പിടിച്ച് സംസാരിക്കുന്ന ആളുകളോട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാം. VD സതീശൻ മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയ പ്രതിബദ്ധത ഇവര് ഈ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ടോ? രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞത്, ഞാൻ ഇനി രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. പൊതുപ്രവർത്തന രംഗത്ത് ഏതെങ്കിലും തരത്തിലൊക്കെ ഉണ്ടായിരിക്കും, പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു റിസ്ക് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഒരു നേതാവ് പറയുമ്പോൾ ആ നേതാവിന് ചില കണക്കൂട്ടലുകളൊക്കെ ഉണ്ടാവുക. ആ പ്രവർത്തിച്ച് ഞാൻ ഇന്ന രീതിയിലൊക്കെ ഒരു ടീം ഉണ്ടാക്കി, ആ ടീമിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇന്ന രീതിയിലൊക്കെ രാവും പകലും പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിജയം ഉണ്ടാകും, വിജയം ഉണ്ടായില്ലെങ്കിൽ അതെന്റെ പരാജയമാണ് എന്ന് പറഞ്ഞ് ഞാൻ വനവാസത്തിന് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പറയാം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ PV അൻവറിനെ UDF-ലേക്ക് എടുക്കണം എന്ന് പറഞ്ഞുള്ള ഒരു മത്സരം വന്നിട്ടുണ്ടായിരുന്നു. അതായത് UDF-ലേക്ക് PV അൻവറിന് വരണം എന്ന് പറഞ്ഞിട്ട് PV അൻവർ പറഞ്ഞപ്പോ ഒരു കാരണവശാലും സാധ്യമല്ല എന്ന് പറഞ്ഞു. ആ മുസ്ലിം ലീഗ് വരെ PV അൻവറിനെ അന്ന് UDF-ൽ പ്രവേശിപ്പിക്കണമെന്ന നിലപാടെടുത്തപ്പോൾ VD സതീശനെ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ എന്റെ നിലപാടാണ്, ഞാൻ UDF-ലേക്ക് PV അൻവറിനെ ഇപ്പൊ എടുക്കാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞത്. ആ തെരഞ്ഞെടുപ്പില് ആര്യയുടെ ഷൗക്കത്ത് എന്താണ്ട് 12,000 ശിഷ്ട വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുകയും ചെയ്തു. അപ്പോഴും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ, ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുകയാണെങ്കിൽ അത് UDF-ന്റെ വിജയമായിരിക്കും, പരാജയപ്പെടുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ എന്റെ പരാജയമായിരിക്കും, ഞാനത് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞത്. ഇത് തന്നെയാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞത്. അപ്പൊ അത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി ഒരു സംഘടനയെ നയിക്കാനുള്ള ഒരു പ്രാപ്തി അല്ലെങ്കിൽ ലക്ഷ്യബോധം അദ്ദേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഈ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടിയിട്ട് VD സതീശൻ ഞാൻ അതിന് യോഗ്യനാണ് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അല്ല, May 4 വരെ നമ്മൾ കാത്തിരിക്കേണ്ടതാണ്. ഈ പറഞ്ഞ രീതിയിൽ 100+ അല്ലെങ്കിൽ 90 കൂടുതലോ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ, ഏതാനും 2, 3, 10 സീറ്റുകൾക്കാണ് UDF അധികാരം പിടിക്കുന്നതെങ്കിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് VD സതീശൻ ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഇപ്പോൾ ഈ MLA-മാരായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന, മത്സരിച്ചിരിക്കുന്ന പല സ്ഥാനാർത്ഥികളും KC വേണുഗോപാലിൻ്റെതാണ്. ഒരു വലിയൊരു വിഭാഗം KC വേണുഗോപാലിൻ്റെതാണ്. അപ്പൊ തീർച്ചയായിട്ടും കോൺഗ്രസ് പോലുള്ള പാർട്ടിയിൽ വലിയ ചർച്ചകൾ, സാമുദായിക നേതാക്കളുമായിട്ട് ചർച്ചകൾ ഉണ്ടാകും. അപ്പൊ ഇവരൊക്കെ ആരെയാണ് പിന്തുണയ്ക്കുക എന്നുള്ളത് നിർണായകമാണ്. VD സതീശന് ഒരു വലിയ ഖ്യാതിയുണ്ട്, അദ്ദേഹം തിണ്ണയൊന്നും നിരങ്ങാത്ത, സാമുദായിക നേതാക്കളുടെ കാല് നക്കാത്തൊരു രാഷ്ട്രീയക്കാരനാണെന്നുള്ളത്. അത് പക്ഷേ VD സതീശനെ തിരിഞ്ഞു കുത്തുമോ, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി കാണാൻ താല്പര്യമില്ലാത്ത നിലയിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം. അല്ല, അത് വേറൊരു കാര്യം കൂടി അതിൽ നമുക്ക് എടുത്ത് ചിന്തിക്കാം. ഇപ്പൊ VD സതീശൻ കേരളത്തില്, ഇപ്പോ ഇന്ത്യയില്, കർണാടകയില് കോൺഗ്രസ് ഉണ്ട് ഇല്ലേ? വേറെ ഏത് സംസ്ഥാനത്തിലാണ് കോൺഗ്രസിന് അത്ര കണ്ട് ഒരു അടിത്തറമുള്ള ഭരണമുള്ള സ്ഥലമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? KC വേണുഗോപാൽ AICC വക്താവ് തന്നെയാണല്ലോ.
പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രമേശ് ചെന്നിത്തലയും കുറെ കാലം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ ഇവരാരും മോശക്കാരായ നേതാക്കന്മാരാണെന്ന് നമുക്ക് ഒരു കാരണവശാലും അഭിപ്രായമില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കയറി വരുന്ന MLA-മാരുടെ കൈപൊക്കൽ, അവരുടെ എണ്ണം, എത്ര MLA-മാര് കൈപൊക്കുന്നുണ്ട് ഒരാളുടെ പേര് പറയുമ്പോൾ, അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നാളിതുവരെയുള്ള ഒരു രീതി. അല്ല, അങ്ങനെയല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോ ഒട്ടും പ്രതീക്ഷയില്ലാത്ത ചില ആളുകളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, ഈ നമ്മുടെ തൊട്ട അയൽപക്കത്തുള്ള കർണാടക സംസ്ഥാനത്തിലാണ് ഇപ്പൊ കുറച്ചു കാലം മുമ്പ് അധികാരത്തിൽ വന്ന ഈ സർക്കാരിലും പ്രതിസന്ധി ഉണ്ടായിരുന്നു. DK ശിവകുമാറിന്റെ ഒറ്റ പ്രയത്ന ഫലമായി തന്നെയാണ് അവിടെ കോൺഗ്രസിൽ അധികാരത്തിൽ വരാൻ വേണ്ടി അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചിട്ടുണ്ടായിരുന്നു. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിട്ട്, അതായത് പിന്നിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ പോലെ പന്തലിടാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ സിദ്ധരാമയ്യ തെരഞ്ഞെടുപ്പ് ഫലം അതിന്റെ കക്ഷിനില കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പന്തലിടാൻ ഓർഡർ ചെയ്തു. അത് DKക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കി. പിന്നീട് ഡൽഹിയിൽ 4 ദിവസം മാരത്തൺ ചർച്ച ചെയ്തിട്ടാണ് ഒരു ധാരണയായത്. ഉപമുഖ്യമന്ത്രിയായി DKയും മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യയും ഭരിക്കുക. ആ ടൈം വരുമ്പോ മാറിക്കൊടുക്കണമെന്ന രീതിയിലുള്ള ഒരു ധാരണയൊക്കെ അവിടെ ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. അപ്പോ കേരളത്തിലും ഒരു പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പരിമിതമായ രാഷ്ട്രീയ അവബോധം വെച്ചുകൊണ്ട് പറയാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ, ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടലുകൾ ഉണ്ടാവുകയും കേരളത്തിൽ UDFന് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ MLA-മാര് കൈപൊക്കിയാലും ഹൈക്കമാൻഡിന് VD സതീശൻ എന്ന നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ ഗൗതം നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനമൊക്കെ VD സതീശന് മുന്നിൽ ഇട്ടു കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കുപോക്കുണ്ടാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ഒരുപക്ഷെ ഇനി ഈ കേരളത്തിലും കോൺഗ്രസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ VD സതീശൻ ഞാൻ വനവാസത്തിന് പോണു എന്ന് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ വിലപേശാനുള്ള സാധ്യതയൊക്കെ അവിടെ ഉണ്ട്. ഇപ്പൊ സിദ്ധരാമയ്യയുടെ കാര്യത്തിലും DK ശിവകുമാറിന്റെ കാര്യത്തിലും അന്ന് ഹൈക്കമാൻഡ് കൈക്കൊണ്ടൊരു നടപടി പോലെ ഒരുപക്ഷെ ഒരു ടേം വ്യവസ്ഥയിൽ ഭരണം കിട്ടുകയാണെങ്കിൽ ഇത്ര നാൾ മുതൽ ഒരു മുഖ്യമന്ത്രി എന്നോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തിട്ടൊക്കെ ഒരു ചർച്ചയിലേക്കൊക്കെ വഴിതിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കപ്പിനും ചുണ്ടിനും ഇടയിൽ പല സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ് VD സതീശൻ. അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതുവരെ ഒരു മന്ത്രി പോലും ആകാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ഇപ്പുറത്ത് നിൽക്കുന്ന KC വേണുഗോപാൽ ആയിക്കോട്ടെ, രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, പല വകുപ്പുകളിൽ ഒരുപാട് കാലം ഇരുന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രാഗൽഭ്യവും എക്സ്പീരിയൻസും അവർക്കുണ്ട്. അപ്പം കേവലം ഉപതെരഞ്ഞെടുപ്പിനെ വിജയിപ്പിച്ചു അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിനെ നയിച്ചു എന്നതുകൊണ്ട് മാത്രം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ VD സതീശൻ 5 വർഷം പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് മാത്രം പ്രാപ്തനാണോ? അദ്ദേഹത്തിന് ഒരുപാട് വായനാശീലമുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കും. ഇതൊക്കെ അദ്ദേഹം ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് ജനങ്ങളോട് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു മന്ത്രിയായിട്ടിരിക്കാനുള്ള ഇതുവരെ ഇരുന്നിട്ടില്ലാത്ത ഒരാൾ എന്തിന് മുഖ്യമന്ത്രി ആകണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് VD സതീശന് ധനകാര്യ വകുപ്പോ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രി പദവിയോ കുറച്ചു കാലത്തേക്ക് 2 വർഷത്തേക്ക് കൊടുത്ത് അദ്ദേഹം അതിൽ പ്രാഗൽഭ്യം തെളിയിച്ചതിന് ശേഷം പിന്നീട് അടുത്ത വർഷം മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ എന്ന് പറയുന്ന ഒരു നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിക്കുകയാണെങ്കിൽ അതും ഒരുപക്ഷെ നല്ലത് തന്നെയായിരിക്കും. അല്ല, ഇതൊക്കെ നമ്മള് ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ചർച്ച കാണുന്ന ആളുകൾ ഒരുപക്ഷെ ചിരിക്കുന്നുണ്ടാവും. കാരണം മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ പറയുന്ന ഒരു രീതികളായി മാറും. കോൺഗ്രസിന് ഭരണം കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ഹൈക്കമാൻഡിന്റെ ഇടപെടലുകൾ അക്കാര്യത്തിലുണ്ടാവും. കേരളത്തില് തെരഞ്ഞെടുക്കപ്പെടുന്ന UDF MLA-മാരുടെ സ്വാധീനം അക്കാര്യത്തിലുണ്ടാകും. VD സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് നമുക്ക് ആരുടെയെങ്കിലും ഒരാളുടെ പേര് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ബാധ്യതയൊന്നും നമുക്കില്ല. പക്ഷെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് പറഞ്ഞ VD സതീശൻ പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അത് ഒരു നേതാവിന്റെ പ്രാഗൽഭ്യം തെളിയിക്കുന്ന രീതി തന്നെയാണ്. പിന്നെ കോൺഗ്രസ് എന്ന് മുതൽ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടോ അന്ന് മുതലൊക്കെ കോൺഗ്രസ് ഇതുപോലുള്ള അന്തചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. AK ആന്റണി, K കരുണാകരൻ മുതൽ നമുക്ക് ഇങ്ങോട്ട് അത് കാണാൻ സാധിക്കും. ഇപ്പം ഇവിടെ നോക്കൂ, ഈ കേരള കോൺഗ്രസിന്റെ ഒരു കാര്യം പറയുന്ന പോലെ വളരുംതോറും പിളരുകയും വളരുകയും ചെയ്യുന്ന ഒരു സംഘടന പോലെ കോൺഗ്രസ് വീണ്ടും ഒരു ധ്രുവീകരണത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പൊ കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള, അതായത് മുൻപെങ്ങും ഇല്ലാത്ത രീതിയിൽ ഈ 2026 തെരഞ്ഞെടുപ്പിൽ കണ്ട ഈ ആർജവവും ഈ ഊർജവും ഒക്കെ നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ
തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത അണികളെ പോലും ചേർത്ത് നിർത്താൻ കോൺഗ്രസ് സാധിക്കില്ല. ഇത് ഹൈക്കമാൻഡും കേരളത്തിലെ നേതൃത്വം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രി ചർച്ചയിൽ തട്ടിത്തിരിഞ്ഞ് കോൺഗ്രസ് തകരില്ല. മുഖ്യമന്ത്രി ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയും വേണം, മറ്റു മന്ത്രിമാരും ഒക്കെ ആവശ്യമാണ്. അത് യുക്തമായ ഒരു തീരുമാനം കോൺഗ്രസിന് UDF-നും കൈക്കൊള്ളാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടതായി വരും എന്നുള്ളതാണ് നമുക്കിതിൽ പറയാൻ. ഇതിലിപ്പം VD സതീശനെ മാത്രം കണ്ടുകൊണ്ടാണ് UDF-ന് ആരെങ്കിലും വോട്ട് കുത്തിയത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും ടീം UDF-നെ കണ്ടുകൊണ്ട് തന്നെയാണ്. VD സതീശൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ടുകൊണ്ടല്ല, ടീം UDF-നെ പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് ഇറക്കണം, 10 വർഷത്തെ അവരുടെ മടുപ്പ്, ഈ ദുർഭരണം അവസാനിപ്പിക്കണം എന്ന് കണ്ടുകൊണ്ടാണ് കുത്തിയവര് UDF-ന് കുത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ VD സതീശൻ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് സീനിയർ ആയിട്ടുള്ള മന്ത്രി പദവിയിൽ ഒരുപാട് കാലം ഇരുന്നിട്ട് എക്സ്പീരിയൻസ് തെളിയിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തലയെ പോലെ, അതേപോലെ KC വേണുഗോപാലിനെ പോലെ AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആള് അവിടെ ഇരിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് വൈസ് നോക്കുമ്പോൾ VD സതീശൻ ഇവരുടെയൊക്കെ മുമ്പിൽ ഒരു പക്ഷേ ശിശുവായിട്ട് പല കോൺഗ്രസ് അനുഭാവികളും കാണുന്നുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. കെ കരുണാകരൻ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ആദ്യമായിട്ട് മന്ത്രിയായിട്ട് വരുമ്പോ എത്ര വയസ്സുണ്ടായിരുന്നു? വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ അപ്പൊ പുറത്തേക്ക് ഉണ്ടായിരുന്നു. അല്ല, മന്ത്രിയായിട്ടാണല്ലോ വന്നത്. അല്ല, അപ്പോ മന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല എടുക്കുമ്പോ അതുവരെ രമേശ് ചെന്നിത്തലകളെ സീനിയർ ആയിട്ട് ഒത്തിരി നേതാക്കന്മാര് പുറത്തു വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ സീനിയോറിറ്റി ഇതിലൊരു വിഷയമായിട്ട് മാത്രം കണക്കിലെടുക്കാൻ സാധിക്കില്ല. കഴിവ്, ഗൗതം പറഞ്ഞ പോലെ UDF-ന് ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ VD സതീശനെ മാത്രം കണ്ടുകൊണ്ടായിരിക്കില്ല വോട്ട് ചെയ്തേക്കണത്. ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ വയ്ക്കുക. പക്ഷെ ഇനിയും കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകളെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു രീതിയിലേക്ക് മുഖ്യമന്ത്രി ചർച്ച തട്ടിത്തിരിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും KC വേണുഗോപാലിനും ഒന്നും ഭൂഷണമായിരിക്കില്ല. കോൺഗ്രസിന് തെല്ലും ഭൂഷണമായിരിക്കില്ല. കോൺഗ്രസും UDF-ഉം എന്ന ഒരു സംവിധാനം കേരളത്തിൽ തകരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് ന്യായയുക്തമായ രീതിയിലുള്ള ഒരു തീരുമാനത്തിലൂടെ പോകണം. ഇവിടെ PR വർക്ക് ചെയ്ത് രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലിനെയോ VD സതീശനെയോ പ്രതിഷ്ഠിക്കാൻ വേണ്ടി ആരെങ്കിലും നടത്തുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഗിമ്മിക്സുകളൊന്നും ഇവിടെ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഹൈക്കമാൻഡ് തീരുമാനം എന്ന് പറയുമ്പോൾ ഹൈക്കമാൻഡിന്റെ ഒരു ഭാഗം തന്നെയാണ് KC വേണുഗോപാൽ. പക്ഷെ അങ്ങനെ ഹൈക്കമാൻഡ് KC വേണുഗോപാലിന് പൂർണ്ണമായിട്ട് പച്ചക്കൊടി കാണിച്ച് നിൽക്കും എന്ന് വിശ്വസിക്കാനും സാധിക്കില്ല. ഇവിടെ രമേശ് ചെന്നിത്തലയായിരുന്നു ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ LDF-ന്റെ സമയത്തെ പ്രതിപക്ഷ നേതാവ്. പിന്നീടാണ് VD സതീശൻ വന്നത്. അപ്പോ 5 വർഷം എന്തായാലും VD സതീശന് കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതെന്തായാലും വീതം വെച്ച് നൽകും. അതൊന്നുകിൽ രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. അല്ലെങ്കിൽ അത് രമേശ് ചെന്നിത്തലയോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു അപരാധം തന്നെയായിരിക്കും എന്നാണ് പറയാനുള്ളത്. കാരണം ആദ്യത്തെ ടേമില് മികച്ച രീതിയിൽ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹത്തിന് പോരാടാൻ പറ്റിയിട്ടുണ്ട്. സ്പ്രിംഗ്ലർ പോലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള പല വിഷയങ്ങളും അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതിന്റെയൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു പോപ്പുലാരിറ്റി ഒന്നും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം ഇത് വീതം വെച്ച് നൽകുക എന്ന് പറയുന്ന, അതായത് 2.5 വർഷം ഒരാള്, 2.5 വർഷം ഒരാള്, ആ ഒരു രീതിയിലേക്ക് തന്നെ ആയിരിക്കില്ലേ പോവുക? ഇതിപ്പോ ഗൗതമേ, ഈ കോൺഗ്രസിനകത്തുള്ള ഈ പടലപ്പിണക്കങ്ങള് കോൺഗ്രസ് വലിയൊരു അടി തന്നെയായിരിക്കും. ഗൗതം പറഞ്ഞല്ലോ, രമേശ് ചെന്നിത്തല VD സതീശനോ എന്നുള്ളതിലുപരി കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ചർച്ചയിൽ തട്ടിത്തിരിഞ്ഞ് ഇവര് വീണ്ടും ഒരു പോരുണ്ടാവുകയാണെങ്കിൽ ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിലൂടെ അറിയാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ യോജിച്ചും വിയോജിച്ചും നിൽക്കുന്ന ആളുകളുടെ അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി. യാതൊരു തർക്കവുമില്ല.